നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ഫെബ്രുവരി 16-ന് കായംകുളത്ത് ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് LDF തുടർഭരണം നേടുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് നാമാവിശേഷമാകുമെന്നും ജോസ് കെ മാണി. കൃഷ്ണപുരം CPCRAയുടെയും KSEBയുടെയും പരിസരത്ത് കുറ്റിക്കാടിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കറ്റാനത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരും നേതാക്കളും CPMൽ ചേർന്നു. മതനിരപേക്ഷ നിര ശക്തിപ്പെടുത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ഫെബ്രുവരി 16-ന് കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഫെബ്രുവരി 16-ന് കായംകുളത്തെത്തുമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6-ന് ജില്ലാതല സമാപനമായി എൽമെക്സ് ഗ്രൗണ്ടിലെത്തുന്ന ജാഥ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP മുഖ്യ പ്രഭാഷണം നടത്തും. പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ, MK പ്രേമചന്ദ്രൻ MP, PJ ജോസഫ്, CP ജോൺ, G ദേവരാജൻ, അനൂപ് ജേക്കബ് തുടങ്ങിയ നേതാക്കൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് E സമീർ, കൺവീനർ കറ്റാനം ഷാജി, കൺവീനർ ചേലക്കാട് രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ജാഥയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ വ്യക്തമാക്കി. നിയോജക മണ്ഡലം കൺവെൻഷന് പുറമെ 17 മണ്ഡലതല കൺവെൻഷനുകളും 184 ബൂത്ത് കൺവെൻഷനുകളും പൂർത്തിയായി കഴിഞ്ഞു. 15 വർഷമായി ഇരുളിൽ നിർത്തിയിരിക്കുന്ന കായംകുളത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് UDF പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളം താലൂക്ക് എന്ന പഴയ വാഗ്ദാനം പൊടിതട്ടിയെടുത്ത് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന MLAയ്ക്കും ഇടതുമുന്നണിക്കും ശക്തമായ തിരിച്ചടി നൽകാൻ കായംകുളം തയ്യാറെടുത്ത് കഴിഞ്ഞതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഫെബ്രുവരി 16-ന് വൈകിട്ട് 7 മണിക്ക് കായംകുളത്ത് എൽമെക്സ് ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്ന CR ജയപ്രകാശ് നഗറിൽ എത്തിച്ചേരുകയാണ്. രാമപുരത്ത് നിന്നും നിയോജകമണ്ഡലത്തിന്റെ അതിർത്തിയിൽ സ്വീകരിച്ച് അവിടെ നിന്നും ഷഹീദാരപ്പള്ളി ജംഗ്ഷനിലൂടെ പ്രതാങ്ങമൂട്, സസ്യമാർക്കറ്റ്, മുക്കവല, പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ, മുനിസിപ്പൽ ജംഗ്ഷൻ വഴി എൽമെക്സ് ഗ്രൗണ്ടിൽ MLAയും CPM നേതൃത്വവും തമ്മിലുള്ള ആഭ്യന്തര കലഹവും തമ്മിലടിയും മൂലം കായംകുളത്ത് വികസനം പിന്നോട്ടടിച്ചുള്ള നിലയിൽ നിന്നു. നാടിനെ മോചിപ്പിക്കുക എന്ന ജനപക്ഷ നിലപാടാണ് UDFനുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. തന്നെ ആദ്യമായി MLA ആക്കിയ കായംകുളത്തെ ജനങ്ങളെ കാലേ നോക്കികൾ എന്ന് G സുധാകരനും അത് തിരുത്താൻ തയ്യാറാകാതിരുന്ന CPM നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് UDFനൊപ്പം നിലകൊള്ളാൻ കായംകുളം സജ്ജമായെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് PC റഞ്ജി, CA സാദിൽ, AJ ഷാജഹാൻ, AP ഷാജഹാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ അറിയിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ ശുദ്ധജലം എത്തിച്ച് വിതരണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്നതിന് അടിയന്തര നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ അറിയിച്ചു. പഞ്ചായത്തിന്റെ ചില പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നതായി ജനങ്ങൾ പരാതിപ്പെടുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നമ്മൾ ജലജീവൻ പദ്ധതിയെ ബന്ധപ്പെട്ടുകൊണ്ട് 1000-ഓളം കണക്ഷൻ നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ മുഴുവൻ ആൾക്കാർക്കും വെള്ളം കൊടുക്കുന്നതിനുള്ള സംവിധാനം നമുക്കില്ലായിരുന്നു. നമുക്ക് വാട്ടർ ടാങ്ക് തന്നെ ഒന്നാണുള്ളത്. അവിടെയാണ് സംഭരിച്ചുകൊണ്ട് നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നത്. ബാക്കി എല്ലായിടത്തും നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വെള്ളം കൊടുക്കാൻ കഴിയുന്നു. അത് തന്നെ നമുക്കൊരു 3 ഷിഫ്റ്റ് അടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ദേവികുളങ്ങര പഞ്ചായത്തിന്റെ തെക്കൻ ഭാഗത്ത് എല്ലാ വീടുകളിലും ഇല്ല, ചില സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമമുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ ഇടപെടുകയും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 3 പമ്പ് ഹൗസിന് നമ്മൾ അനുമതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൈപ്പ് ലൈനിൽ കൂടെ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ടാങ്കർ ലോറി വഴി വെള്ളം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനുള്ള പദ്ധതി നമ്മൾ ആലോചിച്ച് വെച്ചേക്കാണ്.
പൊതുവിതരണ പൈപ്പുകളിൽ ചില സമയങ്ങളിൽ മാത്രമാണ് ജലമെത്തുന്നത്. ഇത് മുഴുവൻ സമയവും ജനങ്ങൾക്ക് വിതരണം നടത്തുന്നതിനു വേണ്ടി ജലവിഭവ വകുപ്പുമായി ചേർന്ന് പദ്ധതി രൂപീകരിക്കും. കൂടാതെ വാട്ടർ കണക്ഷനുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയിൽ കൂടുതൽ ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തും. പൈപ്പുകൾ വഴി ശുദ്ധജലം ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടാൽ അടിയന്തര നടപടി എന്ന തരത്തിൽ ലോറികളിൽ ടാങ്കറിൽ ശുദ്ധജലം വീടുകളിൽ എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. ഒരു തരത്തിലും പൊതുജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം നേരിടേണ്ടി വരുന്നില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. CDNet ന്യൂസ്, ദേവികുളങ്ങര. പുതിയവിള കൊപ്പാറത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. എൻഡോമെന്റ് വിതരണം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുരേഷ് പുത്തൻകുളങ്ങര അധ്യക്ഷത വഹിച്ചു. കണ്ടല്ലൂർ പുതിയവിള കൊപ്പാറത്ത് ഹൈസ്കൂൾ എൻഡോമെന്റ് വിതരണവും അനുമോദന സമ്മേളനവും നടന്നു. സ്കൂളിൽ നിന്നും 2020 മാർച്ചിൽ നടത്തിയ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 4-7 ക്ലാസുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. എൻഡോമെന്റ് വിതരണവും അനുമോദന സമ്മേളനവും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുരേഷ് പുത്തൻകുളങ്ങര അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് R. ദീപ സ്വാഗതം രേഖപ്പെടുത്തി. സ്കൂൾ മാനേജർ P. ചന്ദ്രമോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി. ബീന സുരേന്ദ്രൻ, ദീപ പുഷ്പൻ, SD. സലീംലാൽ, A. ഷൈനി, VR. അജിത് പ്രകാശ്, ദീപ്തി R. K. അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. നിങ്ങളുടെ കായിക മികവ് മാത്രമല്ല ഇവിടെ അളക്കുന്നത്. അത് മാത്രം കൊണ്ട് മാത്രം ഒരു നല്ല പൗരനായി മാറാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ സമൂഹത്തിന്റെ വിഷമതകളും പ്രശ്നങ്ങളും ഒക്കെ അറിഞ്ഞ് ആ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ആണ് നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളുമാർ, നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ വളരെ പ്രതീക്ഷയോടെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു. നിങ്ങൾക്കെല്ലാം തന്ന് ഒരു പക്ഷേ അവർ 4 നേരം കഴിക്കേണ്ട ഭക്ഷണത്തിന് 3 നേരം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് 4 നേരവും തന്ന് വേണമെന്ന് എല്ലാം തന്ന് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടും ഈ സമൂഹത്തിനോടും നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. CDNet ന്യൂസ്, പുല്ലൂളങ്ങര. കറ്റാനത്ത് കോൺഗ്രസ് BJP ബന്ധം ഉപേക്ഷിച്ച് നിരവധി നേതാക്കളടക്കം CPM-ൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി R. നാസർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു. കറ്റാനത്ത് കോൺഗ്രസ് BJP ബന്ധം ഉപേക്ഷിച്ച് 11 പേർ CPM-നൊപ്പം ചേർന്ന സമ്മേളനം നടന്നു. HMS സംസ്ഥാന കമ്മിറ്റി അംഗവും നാഷണലിസ്റ്റ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജോർജ് കുട്ടി കൊട്ടക്കാട്ട്, കോൺഗ്രസ് മുൻ വാർഡ് പ്രസിഡന്റ് ജോസ് വില്ലേജ് ജോസ് ഡാനിയൽ, ഭരണിക്കാവ് പഞ്ചായത്ത് 6-ാം വാർഡ് BJP സ്ഥാനാർത്ഥി ശോഭന, BJP പ്രവർത്തകരായ രാജൻപിള്ള, ദീപിക, ബാബു വില്ലയിൽ ബാബു, കോൺഗ്രസ് മുൻ ബൂത്ത് പ്രസിഡന്റ് ഹാരിസ് താഹിറ കവറാട്ട്, തെക്കിലേത്തുതറയിൽ ജോർജ് കുട്ടി, ജെസി വില്ലയിൽ മോൻസി, വലിയ കുന്നേൽ പുത്തൻവീട്ടിൽ ഡേവിഡ് എന്നിവരാണ് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ എത്തിയത്. കറ്റാനം ജംഗ്ഷനിൽ സ്വീകരണ യോഗം CPM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനകത്തും BJP-ക്കകത്തും പ്രവർത്തിച്ച നല്ല വ്യക്തിത്വങ്ങൾ ആയിട്ടുള്ള ചിലർ കാര്യങ്ങൾ മനസ്സിലാക്കി CPM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാർ. അവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. വളരെ വളരെ സന്തോഷത്തോടുകൂടി അവരെ ഓരോരുത്തരെയും CPM-ലേക്ക് സ്വീകരിക്കാൻ വളരെയധികം സന്തോഷം ജില്ലാ സെക്രട്ടറി എന്നതിലേക്കുണ്ട്. അവരെ ഓരോരുത്തരെയും സ്വീകരിക്കുക. ഇത് ഇവിടെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെമ്പാടും നമ്മുടെ ജില്ലയിൽ പല പ്രദേശങ്ങളിലും ഇതുപോലെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയും BJP-യോടൊപ്പം നിൽക്കുകയും ആ പാർട്ടികളുടെയൊക്കെ പ്രവർത്തനങ്ങളും അവരുടെ രാഷ്ട്രീയവും അവരുടെ സമീപനങ്ങളും എല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും തിരുത്തി CPM-ലേക്ക് വരികയാണ്. കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് G. ഹരിശങ്കർ, K. മധുസൂദനൻ, R. ഗംഗാധരൻ, G. രമേശ് കുമാർ, B. വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. CB വർഗീസ് സ്വാഗതം രേഖപ്പെടുത്തി. CPM-നൊപ്പം വന്നവരെ R. നാസർ സ്വീകരിച്ചു. CDNet ന്യൂസ്, കറ്റാനം. കേരളത്തിൽ ഇടതുമുന്നണി ചരിത്ര വിജയത്തോടുകൂടി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടെ നാമാവിശേഷമാകുമെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു. ചാരുമൂട്ടിൽ നടത്തിയ ജനകീയ രാഷ്ട്രീയ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. വികസനത്തിലും ജനക്ഷേമത്തിലും റെക്കോർഡിട്ട LDF സർക്കാർ മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്ന കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ചയുടെ റെക്കോർഡ് സ്ഥാപിക്കുമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് M ചാരുമൂട്ടിൽ സംഘടിപ്പിച്ച ജനകീയം രാഷ്ട്രീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെഹമ്യാവിന്റെ കാലം മുതൽ ഉയർത്തിപ്പിടിച്ച മതേതര നിലപാട് കോൺഗ്രസ് കുഴിച്ചുമൂടി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ വർഗീയ ശക്തികളുമായും കൂട്ടുകൂടിയ കോൺഗ്രസ് കേരളത്തിന്റെ മതേതര മനസ്സിനെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലാകെ കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ച് കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുന്നുണ്ട്. UDF-ൽ നിന്നും പാർട്ടിയെ പടിയടച്ച് പുറത്താക്കിയവർക്കുള്ള തിരിച്ചടിയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജനാധിപത്യ മുന്നണിയോട് UDF-നോടൊപ്പം അതിന്റെ വിജയത്തിൽ മാത്രമല്ല അതിന്റെ പരാജയത്തിലും അതിന്റെ ഉയർച്ചയിലും അതിന്റെ താഴ്ചയിലും അതിന്റെ രൂപീകരണത്തിലും എല്ലാം
അതിനെ കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ കേരള കോൺഗ്രസിന് എമ്മിന്റെ നേതാവായ മണിസാറിനെയാണ് എന്തിനാണ് പുറത്താക്കിയത്? ഒരു ലോക്കൽ ബോഡി പദവിക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ലോക്കൽ ബോഡി പദവിക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി 40 വർഷം ഒരു മുന്നണിയോടൊപ്പം പ്രവർത്തിച്ച ഒരു ഘടകകക്ഷിയെ പുറത്താക്കിയത്? ഒരു ധാരണയുമില്ല, ഒരു കരാറുമില്ല, പുറത്താക്കി. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നമ്മൾ പുറത്താക്കി. സ്വതന്ത്ര നിലപാടെടുത്തു. ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനമെടുത്തു. ഇടതുപക്ഷത്തിനോട് ചോദിച്ച് സംഘാടക സമിതി ചെയർമാൻ ബൈജു കലാശാലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PN പ്രമോദ് നാരായണൻ ആമുഖ പ്രസംഗം നടത്തി. കേരള കോൺഗ്രസിലേക്ക് പുതുതായി കടന്നുവന്നവരെ സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് J അശോക് കുമാർ പരിചയപ്പെടുത്തി. അംഗത്വ വിതരണം ജോസ് കെ മാണി നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VC ഫ്രാൻസിസ്, ഉന്നതാധികാര സമിതി അംഗം VT ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോക്കബ് തോമസ് സരികുപുറം, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബിനു ഐസക് രാജു, KC ഡാനിയൽ, ബിനു K അലക്സ്, മാങ്കാങ്കുടി രാധാകൃഷ്ണൻ, അജി ഏഴാംകുറ്റി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചാരിമൂട്. കറ്റാനത്ത് ബൈക്കിലെത്തിയ 2 അംഗ ഗുണ്ടാസംഘം വീട് കയറി ഗൃഹനാഥനായ യുവാവിനെ ആക്രമിച്ചതായി പരാതി. കട്ടച്ചിറ മേത്തിരത്ത് മധുകുമാറിനാണ് മർദ്ദനമേറ്റത്. വള്ളികുന്നം പോലീസ് കേസെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CDNet ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. കേരളത്തിൽ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം. ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും ആക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും, ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ ആക്സസറീസുകളുടെ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത. ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപഭോക്താക്കളുടെയും കായംകുളത്തിന്റെയും മനസ്സ് കവർന്നുകൊണ്ട് 1 വർഷം അഭിമാനത്തോടെ പൂർത്തിയാക്കുന്നു. കുമാർ പെയിന്റ്സിൽ ലോകോത്തര നിലവാരമുള്ള എല്ലാ പെയിന്റ്സും ലഭ്യമാണ്. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് ഇമ്പോർട്ടഡ് മെഷീൻസ് കുമാർ പെയിന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് പോയാലോ? പോയേക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങളാകാൻ ഞങ്ങൾക്ക് കഴിയും. കുമാർ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ, KPSC ജംഗ്ഷൻ, കല്ലുമൂട്, കായംകുളം. ജെമിനി ട്രേഡേഴ്സ് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്ടുറുമാലിനൊപ്പം. പട്ടുറുമാൽ വെഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം.
നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. മാവേലിക്കര താലൂക്ക് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘ രൂപീകരണം ചേർന്നു. നഗരസഭാ ലൈബ്രറി ഹാളിൽ യോഗം ആർ രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര താലൂക്ക് ഓഫീസിനും 5 വില്ലേജ് ഓഫീസുകൾക്കും പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. മാവേലിക്കര നഗരസഭാ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗം ആർ രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര. കോൺഗ്രസ് നേതാവും മുൻ ധനകാര്യമന്ത്രിയുമായിരുന്ന തച്ചടി പ്രഭാകരൻ 21ാം ചരമവാർഷികം ഞായറാഴ്ച രാവിലെ 8-ന് തച്ചടിയിൽ നടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്യുമെന്ന് പത്തിയൂർ മണ്ഡലം പ്രസിഡന്റ് ആമ്പക്കാട് സുരേഷ് അറിയിച്ചു. കോൺഗ്രസ് നേതാവും മുൻ ധനകാര്യ മന്ത്രിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ 21ാം ചരമവാർഷികം പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കുന്നു. ഫെബ്രുവരി 14 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തച്ചടിയിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്യും. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ബൂത്ത്, വാർഡ്, ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികളും പങ്കെടുക്കും. കോൺഗ്രസ് നേതാവും മുൻ ധനകാര്യമന്ത്രിയും പ്രമുഖ സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരൻ്റെ 21ാമത് ചരമവാർഷികമാണ് 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തച്ചടിയിൽ അനുസ്മരണ സമ്മേളനവും അദ്ദേഹത്തിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമ്മേളനം DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്യും. CDNet ന്യൂസ്, പത്തിയൂർ. ഇലകളിൽ ചിത്രരചന നടത്തുന്ന എരിവ സ്വദേശി മഹേഷിനെ BJP നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ദക്ഷിണ മേഖലാ സെക്രട്ടറി B. കൃഷ്ണകുമാർ ആദരിച്ചു. ഇലകളിൽ വിസ്മയം തീർത്ത് ലിംഗ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ മഹേഷിനെ BJP ആദരിച്ചു. കായംകുളം എരുവപടക്കത്തിൽ നാരായണപിള്ളയുടെ മകൻ മഹേഷിനെയാണ് ആദരിച്ചത്. ചിത്രരചനയിൽ വേറിട്ട വഴി സ്വീകരിച്ച മഹേഷ് ഒറ്റപ്ലാവിലയിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ചിത്രമാണ് വരച്ചത്. നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ BJP ദക്ഷിണ മേഖലാ സെക്രട്ടറി B. കൃഷ്ണകുമാർ ആദരിച്ചു. ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതിദത്തമായ മറ്റൊരു ചേരുവകളും ചേർക്കാതെ പ്രകൃതിയിൽ നിന്നും കിട്ടിയ വിഭവത്തെ എങ്ങനെ മറ്റൊരു രൂപമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ കാട്ടിത്തന്നിട്ട്. അത് കേവലം ഒരു പഴുത്ത പ്ലാവില അല്ലെങ്കിൽ അതുപോലുള്ള സാധനത്തിൽ ഇത്ര മനോഹരമായി ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയെ വരെ വരച്ച് വളരെ മനോഹരമായി ലിംഗ ബുക്കിലും ഏഷ്യൻ റെക്കോർഡ്സിലും ഇടം നേടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ഉത്തരോത്തരം മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയും അതിലേറെ ഈശ്വരന്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. BJP കായംകുളം ടൗൺ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വർഗീയ പണ്ഡിറ്റ് ദീനദയാൽജിയുടെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നോർത്ത് പ്രസിഡന്റ് R. വിനോദ് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അനുസ്മരണ സന്ദേശം നൽകി. മണ്ഡലം സെക്രട്ടറി PK സജി, മറ്റ് നോർത്ത് കമ്മിറ്റി ഭാരവാഹികളായ സുവർണകുമാർ, രമണി ദേവരാജൻ, ഗോപാൽജി, സുഭാഷ്, നാരായണപിള്ള, ശ്യാമപ്രസാദ്, ഗോപൻ, രതീഷ്, സുഷമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. കായംകുളം മണ്ഡലത്തിലെ സർക്കാർ LP സ്കൂളുകളുടെ വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടികളുടെ പാർക്ക് പദ്ധതിക്ക് തുടക്കമിട്ടതായി അഡ്വക്കേറ്റ് പ്രതിഭ MLA അറിയിച്ചു. കായംകുളം മണ്ഡലത്തിലെ സർക്കാർ LP സ്കൂളുകളുടെ പഠന അന്തരീക്ഷവും ചുറ്റുപാടും വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളുടെ പാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നതായി MLA അഡ്വക്കേറ്റ് U. പ്രതിഭ അറിയിച്ചു. നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ 13 സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം 38 ലക്ഷം രൂപ ചിൽഡ്രൻസ് പാർക്കിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാലോ, കുഞ്ഞുങ്ങൾ അവരെവിടെ ചെന്നാലും നമ്മളിപ്പോൾ റോഡും പാലവും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രികളും എല്ലാം വികസനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചെറിയ കുട്ടികൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓർപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ മനസ്സിലൊരു വിഷമമായിട്ട് കിടക്കുമായിരുന്നു. എന്നാൽ ഇപ്പം 38 ലക്ഷം രൂപ വെച്ചിട്ട് 13 സ്കൂളുകളിൽ മനോഹരമായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് ഏരിയ, കിഡ്സ് ഏരിയ ആണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒത്തിരി സന്തോഷം നൽകുമെന്നാണ് കരുതുന്നത്. അതും എല്ലാ പഞ്ചായത്തിലും നഗരസഭയിലുമൊക്കെയുള്ള സ്ഥലം തന്ന സ്കൂള് ചോദിച്ച് സ്ഥലം തന്ന എല്ലാ സ്കൂളുകൾക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കുട്ടികളുടെ പാർക്ക് പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കുന്നതെന്ന് MLA പറഞ്ഞു. സ്ഥലം ലഭ്യമായിട്ടുള്ള എല്ലാ സ്കൂൾ വളപ്പിലും പാർക്ക് നിർമ്മിക്കും. കുട്ടികളുടെ പഠനവും മാനസിക ഉല്ലാസവും ഉണർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് MLA പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. പുതുപ്പള്ളി വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്ത നമ്പർ 1900-ന്റെയും ബാങ്ക് പ്രസിഡന്റ് K. ഗോപിനാഥന്റെ പ്രസിഡന്റ് പദവിയുടെയും കനക ജൂബിലി ആഘോഷം നടന്നു. ബാങ്ക് അങ്കണത്തിൽ നടന്ന സമ്മേളനം തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്തു. തോമസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പുതുപ്പള്ളി വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്ത നമ്പർ 1900-ന്റെയും
അഡ്വക്കേറ്റ് കെ ഗോപിനാഥന്റെ പ്രസിഡന്റ് പദവിയുടെയും കനക ജൂബിലി ആഘോഷം ബാങ്ക് അങ്കണത്തിൽ നടന്നു. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്ക് അതീതമായി വ്യക്തിപ്രഭാവം, നിസ്വാർത്ഥത, നിഷ്കപടത, നിഷ്കളങ്കത ഇതൊക്കെ തന്നെ മതിച്ചുകൊണ്ട് ഒരു തർക്കവുമില്ലാതെ അദ്ദേഹത്തെ തന്നെ തുടരെ തെരഞ്ഞെടുക്കുകയും അദ്ദേഹം ഒരു 50 വർഷം പിന്നിടുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ള, അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള ഒരു നേതാവ് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ചികിത്സാ സഹായ വിതരണവും അനുഗ്രഹ പ്രഭാഷണവും അലക്സിയോസ് മാർ യൗസോബിയോസ് നിർവഹിച്ചു. എം ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്കിന്റെ സ്ഥാപക അംഗങ്ങൾക്ക് ആദരം BS പ്രവീൺദാസ് നിർവഹിച്ചു. ജില്ലാ ജഡ്ജി V ഉദയകുമാറിന് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അനുമോദിച്ചു. S രാജേന്ദ്രൻ, P അരവിന്ദാക്ഷൻ, പാറയിൽ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് S സജീവ്, പുതുപ്പള്ളി സെയ്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. S പവനനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ E ശ്രീദേവി, R രാജേഷ്, K പ്രസാദ്, ലീന രാജു, നീതുരാജ്, സ്വാമിനാഥൻ, രേഖ, ശ്യാമ വേണു, ലീന പ്രശാന്ത്, രാജേന്ദ്രൻ, ശ്രീലത, രജനി ബിജു, ചിത്രലേഖ, മിനി മോഹൻ ബാബു, CR കുസുമൻ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ദേവികുളങ്ങര. ഡിവൈഎഫ്ഐ പത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരിശുരഹിത എള്ള് കൃഷി പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ 1 ഏക്കർ നിലത്താണ് എള്ള് കൃഷി നടത്തുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മെനീസ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരിശ് പാടത്ത് എള്ള് കൃഷി പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലാണ് 1 ഏക്കർ നിലത്ത് എള്ള് കൃഷി നടത്തുന്നത്. വനിതാ അംഗങ്ങളാണ് എള്ള് കൃഷിക്ക് ചുക്കാൻ പിടിക്കുന്നത്. എള്ള് വിതച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മിനിസ ജബ്ബാർ കൃഷിക്ക് തുടക്കം കുറിച്ചു. ഡിവൈഎഫ്ഐ വനിതാ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പത്തിയൂരിൽ എള്ള് കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ്. ഓണാട്ടുകരയുടെ തന്നെ പ്രധാന കൃഷികളിൽ ഒന്നായ എള്ള് കൃഷി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. മേഖലാ സെക്രട്ടറി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P പ്രേംജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം ശിശുപാലൻ, യൂണിറ്റ് ഭാരവാഹികളായ അഞ്ജു, അശ്വതി, വർഷ, ദർശന, ശ്രീകുട്ടി, സുരേഷ്, ADS അംഗം രജനി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, പത്തിയൂർ. കായംകുളം മണ്ഡലത്തിലെ 8 അംഗനവാടികൾ മാതൃകാ അംഗനവാടികളാക്കുന്നതിന് 2 കോടി രൂപയുടെ അനുമതി ലഭിച്ചെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭ MLA അറിയിച്ചു. കായംകുളം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി സ്വന്തമായി സ്ഥലം ലഭ്യമായിട്ടുള്ള 8 അംഗനവാടികൾക്ക് മാതൃകാ അംഗനവാടിയാക്കുന്നതിന് 2 കോടി രൂപ 2019-20 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ചതായി U പ്രതിഭ MLA അറിയിച്ചു. നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ 8 അംഗൻവാടികൾക്ക് വേണ്ടിയിട്ട് 2 കോടി രൂപയുടെ പ്രത്യേകമായിട്ടുള്ള ബജറ്റ് ഫണ്ട്, അത് 2019 ബജറ്റിൽ 20% അനുവദിച്ചതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു. ഉടനെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഹൈടെക് സംവിധാനത്തോടുകൂടി 8 അംഗൻവാടികളാണ് നിർമ്മിക്കാൻ പോകുന്നത്. അത് എല്ലാ പഞ്ചായത്തുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അംഗൻവാടിയുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജകമണ്ഡലം സമ്മേളനം നടന്നു. പ്രസിഡന്റ് KG മോഹൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R കുമാരദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അയ്യത്തിൽ തങ്കപ്പന്റെ ആകസ്മിക വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കായംകുളം നിയോജക മണ്ഡലം വാർഷിക പൊതുയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG മോഹൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R കുമാരദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം C വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിൽ പ്രൊഫസർ A മുഹമ്മദ് ഷെരീഫ്, KPCC ഭാരവാഹികളായ കറ്റാന ഷാജി, അഡ്വക്കേറ്റ് T സമീർ, B പ്രസന്നകുമാർ, M അബ്ദുൽ ഹക്ക്, MD ഷാമുവേൽ, D ബാബു, കണിശ്ശേരി മുരളി, M രവീന്ദ്രൻ, G മോഹൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. 7/7/2019 ശേഷം റിട്ടയർ ചെയ്ത ആൾക്കാർ ഈ അടിസ്ഥാന ശമ്പളവും DA എല്ലാം കൂട്ടി കിട്ടുന്ന തുക കൺസോളിഡേറ്റഡ് പെൻഷൻ എന്നാണ് അതിന് പറയുന്നത്. ആ കൺസോളിഡേറ്റഡ് പെൻഷൻ അടിസ്ഥാന ഏറ്റവും കുറഞ്ഞ ശമ്പളമൊക്കെ കൂടി. ഇപ്പം മറ്റേ 8,600 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടിയ ശമ്പളം 23,000 ഏറ്റവും കുറഞ്ഞ ശമ്പളം. അപ്പോൾ 16,500 രൂപ ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ, 1,66,800 രൂപ കൂടിയ ശമ്പളം. CDNet ന്യൂസ്, കായംകുളം. യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് അനുസ്മരണം നടത്തി. KPCC സെക്രട്ടറി കറ്റാനം ഷാജി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ രക്തസാക്ഷിത്വ ദിന അനുസ്മരണം നടത്തി. കറ്റാനത്ത് യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ CPM കൊലയാളികളാൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ രക്തസാക്ഷിത്വ ദിന അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി കറ്റാന ഷാജി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ മൊത്തം
വെളിച്ചം തല്ലിക്കെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കൊച്ചനുജൻ ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും യൂത്ത് കോൺഗ്രസിന് രക്തത്തിലൂടെ വികാരം പകരുന്ന നമ്മുടെ കൊച്ചനുജൻ സമുന്നതനായ നേതാവ് സുഹൈബ്. യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ചേലക്കാട്ട് രാധാകൃഷ്ണൻ, അവിനാശ് ഗംഗൻ, MR മനോജ് കുമാർ, KR ഷൈജു, സൽമാൻ പൊന്നേറ്റിൽ, ഇക്ബാൽ കോട്ടയ്ക്കകത്ത്, സുഹൈൽ ഹസൻ, രജിത MR, ജോബി ജോൺ, സജ്ജു കറ്റാനം, സുറുമി ഷാഹുൽ, ലിജിൻ സാജൻ, പ്രേംപ്രസാദ്, ലിജു പള്ളിക്കൽ, വിഷ്ണു ജയൻ എന്നിവർ സംസാരിച്ചു. CD-NET ന്യൂസ് കറ്റാനം. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഡോക്ടർ CR കാരോളിയുടെ 7ാം ചരമവാർഷികാചരണം കറ്റാനത്ത് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. M ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു. നിരവധി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ CR കാരോളിയുടെ 7ാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. കറ്റാനം ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. M ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു. R സജികുമാർ കറ്റാനം സ്വാഗതം രേഖപ്പെടുത്തി. കോശി അലക്സ്, അഡ്വക്കേറ്റ് മാത്യു വേളങ്ങാടൻ, സുരേഷ് P മാത്യു, സിബി വർഗീസ്, ജയചന്ദ്രൻ കറ്റാനം, OP കുഞ്ഞുപിള്ള, KP യേശുദാസ്, അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ്, MC രഘുനാഥ്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രാജഭരണകാലത്ത് സംസ്കൃത നാടകങ്ങളിൽ രാജാവിനെ പരിഹസിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാകാറുണ്ട്. രാജാവിനെ പരിഹസിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങളെ ആരും പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിൽ അടയ്ക്കാറില്ല. അതുപോലെ തന്നെ ചാക്യാർ കൂത്തും ഓട്ടം തുള്ളലുമൊക്കെ അന്നത്തെ ഭരണാധികാരികളുടെ തെറ്റുകളെയും പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള വേദികളായിരുന്നു. രാജഭരണത്തിന് വഴിമാറി ഇന്ന് ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ ഭരണം വന്നിട്ടും ഇന്ന് രാജഭരണകാലത്ത് ലഭിച്ച അവകാശങ്ങളും നീതിയും പോലും ഇന്ന് ലഭ്യമാകാൻ. CD-NET ന്യൂസ് കറ്റാനം. കൃഷ്ണപുരം CPCRയുടെയും KSEBിയുടെയും പരിസരത്ത് കുറ്റിക്കാടിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ അപകടം ഒഴിവായി. കൃഷ്ണപുരം CPCRയുടെയും KSEBിയുടെയും മുൻവശത്ത് കാട് പിടിച്ചു കിടന്ന സ്ഥലത്താണ് തീ പടർന്നത്. ഇത് യാത്രക്കാരിലും നാട്ടുകാരിലും പരിഭ്രാന്തി പടർത്തി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതുമൂലം വൻ അപകടമാണ് ഒഴിവായത്. CPCRയുടെ റോഡ് സൈഡിൽ കുറ്റിക്കാട് വളർന്നിരിക്കുന്നത് അപകട ഭീഷണി ഒരുക്കുന്നുണ്ട്. മുക്കട ട്രാഫിക് സിഗ്നലുള്ള സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച തീ പടർന്നത് ഫയർഫോഴ്സ് എത്തി അണച്ചിരുന്നു. CD-NET ന്യൂസ് കൃഷ്ണപുരം. പ്രവാസി ചിത്രകാരൻ സുധീരൻ പ്രയാറിന്റെ നേർവഴികൾ നാൾവഴികൾ എന്ന ദ്വിദിന ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. കൃഷ്ണപുരം ശങ്കർ ആർട്സ് ഗ്യാലറിയിലാണ് ചിത്ര പ്രദർശനം നടത്തുന്നത്. അഡ്വക്കേറ്റ് U പ്രതിഭ MLA ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത പ്രവാസി ചിത്രകാരനും കവിയുമായ സുധീരൻ പ്രയാറിന്റെ ചിത്രപ്രദർശനം നേർവരകൾ നാൾവഴികൾ കൃഷ്ണപുരം ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയത്തിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് U പ്രതിഭ MLA 2 ദിവസമായി നടക്കുന്ന ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് ടാലന്റഡായ മനുഷ്യരുണ്ട്. ഒരുപാട് അതിൽ ഞാൻ കായംകുളത്ത് തന്നെ എല്ലാ മേഖലകളിലും കണ്ടിട്ടുണ്ട് അപാരമായ കഴിവുള്ള വളരെ നല്ല മനുഷ്യർ. അവരൊക്കെ ഭയങ്കര സൈലന്റ് ആണ്. അവരുടെ കഴിവ് പലപ്പോഴും പുറത്ത് അങ്ങനെ അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ പറയും തകഴി ശിവശങ്കരപ്പിള്ള ചേട്ടൻ്റെ നാട്ടിൽ ജനിച്ച ആളാണ് ഞാൻ. ഈ ചേട്ടന് ആ ചുറ്റുവട്ടത്തുള്ളവർ എത്രത്തോളം ശ്രദ്ധിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ലോകം അദ്ദേഹത്തെ അറിഞ്ഞു. ജ്ഞാനപീഠം അധികം അടക്കം കിട്ടി. ഭയങ്കരമായ എഴുത്താണ്. നമ്മൾ വളർന്നു വരുമ്പോഴാണ് അദ്ദേഹത്തിന് ആ എഴുത്തിൻ്റെ ആ ഇതായിരുന്നല്ലോ കുട്ടനാടിൻ്റെ ഒരു നേർചിത്രം വരച്ചു. ഞാൻ പറഞ്ഞ നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള വലിയ മനുഷ്യരെ ചിലപ്പം ഇപ്പുറത്തുള്ള വീട്ടുകാർക്ക് പോലും അറിയാൻ കഴിയാതെ പോവുകയാണ്. പ്രയാർ RVSM HSSലെ 1990 ബാച്ച് സ്മൃതിപഥം ആണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 14 വർഷമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന സുധീരൻ 100 കണക്കിന് ചിത്രങ്ങളാണ് ഇതിനോടകം വരച്ചിരിക്കുന്നത്. ആദ്യമായി RVSM HSS 90 ഗ്രൂപ്പിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതുപോലെയുള്ള ഒരു ചിത്രപ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചതിൽ. പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ്. കേരളത്തിൻ്റെ ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഗ്രാമഭംഗി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൂടുതൽ ചിത്രങ്ങളും. നഷ്ടപ്പെട്ടു പോയ പല ബിൽഡിങ്ങുകളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി സ്കൂൾ, കോളേജ് അങ്ങനെയുള്ള പെയിൻറ്റിങ്ങുകളുമുണ്ട്. ഖത്തർ ബേസ് ചെയ്തുള്ള ഖത്തറിലെ കാഴ്ചകളുണ്ട്. അതോടൊപ്പം അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങുകൾ, ഓയിൽ പെയിൻറ്റിങ്ങുകളെല്ലാം ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പെയിൻറ്റിങ്ങുകളും ഖത്തറിൽ നിന്ന് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് 60ഓളം പെയിൻറ്റിങ്ങുകളാണ്. ഓയിൽ പെയിന്റിംഗ്, ജലഛായം തുടങ്ങിയ സങ്കേതങ്ങളിൽ നാട്ടുദൃശ്യങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങളെ അധികരിച്ചുള്ള ചിത്രങ്ങൾ, അബ്സ്ട്രാക്റ്റ് എന്നിവയാണ് പ്രധാനമായും ഉള്ളത്. പ്രയാറിലെ ജീവിതവും കലാലയ ജീവിതവും ഗൃഹാതൃത്വത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന ചിത്രങ്ങളും പ്രവാസ ജീവിതത്തിലെ കാഴ്ചകളും മികവുറ്റതാക്കുന്നു. ഖത്തറിൽ നിരവധി സാംസ്കാരിക സംഘടനകളുടെ പ്രധാന പ്രവർത്തകനായ സുധീരൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമാണ്.
ഇവിടെ സുധീരങ്ങളിലെ ചിത്രങ്ങൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴും വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പഴയ കാര്യങ്ങൾ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ചിത്രങ്ങളിലൂടെ റിയാലിറ്റി പോലെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് പടങ്ങൾ കാണുമ്പോഴെല്ലാം, നല്ല രസമുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാവേലിക്കരയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MLA KK ഷാജു ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മാത്യു വേളങ്ങാടൻ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. മാവേലിക്കര വികസന സെമിനാർ നടന്നു. മുൻ MLA KK ഷാജു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മാത്യു വേളങ്ങാടൻ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ, മുരളീധരൻ തഴക്കര, അഡ്വക്കേറ്റ് KR മുരളീധരൻ, കല്ലുമല രാജൻ, കോശിയം കോശി, അനി വർഗീസ് പോത്തൻ, കുഞ്ഞുമൽ രാജു എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല ഗ്രാമസഭ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു. സുകുമാരി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല ഗ്രാമസഭ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു. സുകുമാരി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര. കണ്ടല്ലൂർ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ 4ാം ദിനത്തിൽ വിവിധ ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നു. COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. കണ്ടല്ലൂർ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ 4ാം ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നു. പുലർച്ചെ പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭാഗവത പാരായണം, കലശപൂജ, 51 കരിക്കുധാര, ചുറ്റുവിളക്ക്, മുഴുക്കാപ്പോടുകൂടിയ ദീപാരാധന, നേർച്ചക്കമ്പം, സേവ, ചെണ്ടമേളം, എതിരേൽപ്പ് എന്നിവ നടന്നു. COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടത്തുന്നത്. CDNet ന്യൂസ് പുല്ലൂടങ്ങര. കായംകുളം കണ്ണമ്പള്ളി ഭാഗം അറക്കൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവീക്ഷേത്ര ട്രസ്റ്റിന്റെ 18ാമത് സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. സുനിൽകുമാർ ഗാലക്സി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പത്തിയൂർ വിജയകുമാറാണ് യജ്ഞാചാര്യൻ. കായംകുളം കണ്ണമ്പള്ളി ഭാഗം അറക്കൽ ശ്രീ അന്നപൂർണേശ്വരി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്ര ട്രസ്റ്റിന്റെ 18ാമത് സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രത്തിൽ നടന്ന ഭദ്രദീപ പ്രതിഷ്ഠ യജ്ഞാചാര്യൻ പത്തിയൂർ വിജയകുമാറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സുനിൽകുമാർ ഗാലക്സി നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി നടപ്പന്തലിൽ സ്ഥാപിച്ച മണിയുടെയും ആൽത്തറ സമർപ്പണവും നടന്നു. പ്രസിഡന്റ് രാജു പട്ടാണിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് പനക്കൽ സജീവൻ, സെക്രട്ടറി ഉപേന്ദ്രൻ ഷിജുവില്ല, ജോയിന്റ് സെക്രട്ടറി സോമരാജൻ കൊല്ലശ്ശേരിൽ, ട്രഷറർ സുധാകരൻ കുന്നേൽ, R ഭദ്രൻ തുരുത്തുവയലിൽ, സുനിൽകുമാർ ചേലപ്പുറത്ത്, രാജു അറക്കൽ, സദാനന്ദൻ കൊച്ചറക്കൽ, C സുനിൽകുമാർ, സുരേഷ് ഭവനം, രജീന്ദ്രൻ പനക്കൽ, സുബി ചേലപ്പുറത്ത്, ശിവൻ പട്ടാണിപ്പറമ്പിൽ ചിറയിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ഫെബ്രുവരി 16-ന് കായംകുളത്ത് ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് LDF തുടർഭരണം നേടുമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് നാമാവിശേഷമാകുമെന്നും ജോസ് കെ മാണി. കൃഷ്ണപുരം CPCRAയുടെയും KSEBയുടെയും പരിസരത്ത് കുറ്റിക്കാടിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കറ്റാനത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരും നേതാക്കളും CPMൽ ചേർന്നു. മതനിരപേക്ഷ നിര ശക്തിപ്പെടുത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.